യുദ്ധത്തിനേക്കാൾ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ആൾനാശവും പണച്ചിലവുമാണ് അമേരിക്കയുടെ പുതിയ വലിയൊരു വെല്ലുവിളി. യുദ്ധം നടത്താമെന്ന് പറഞ്ഞ് ആദ്യമേ കൊട്ടി ആഘോഷിച്ചു വന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ആവേശമില്ല. എന്തെന്നാൽ ഈ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെട്ടു, വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നു. ഇതാണ് അമേരിക്ക ഇപ്പോൾ ആ ഒരു ആവേശം കാണിക്കാതിരിക്കാനുള്ള ഒരു കാരണം. ഇനി യുദ്ധത്തോട് പഴയ ആവേശമില്ല എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾനാശവും പണച്ചിലവുമാണ് അമേരിക്കക്കാർ ഇക്കാര്യത്തിൽ മുഖം തിരിക്കാൻ പ്രധാന കാരണം. അമേരിക്ക 21ാം നൂറ്റാണ്ടിൽ 10 രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനായി $8 ട്രില്യൺ ചെലവഴിച്ചതായിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് പണ്ട് നടന്ന കാര്യങ്ങൾ മുതൽ, അതായത് അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ ചെലവ്. ഇനി ഈ സൈനിക നീക്കങ്ങൾ നേരിട്ടും അല്ലാതെയും 47 ലക്ഷത്തോളം പേരുടെ മരണത്തിനും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്കും കാരണമായിട്ടുണ്ട്. 2001 ശേഷം 2026 ഇറാനിൽ വരെ എത്തി നിൽക്കുന്ന ആക്രമണങ്ങളുടെ നീണ്ട പട്ടികയാണ് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം നേരിടുന്നു എന്നുള്ളതാണ്. ഇനി മാറി മാറി അധികാരത്തിലേറിയ 4 പ്രസിഡന്റുമാരുടെ കാലയളവിലാണ് അമേരിക്ക ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, യമൻ, പാകിസ്ഥാൻ, സൊമാലിയ, ലിബിയ, സിറിയ, വെനിസ്വല, നൈജീരിയ, ഇറാൻ എന്നീ രാജ്യങ്ങളിലാണ് അമേരിക്ക പ്രധാനമായും സൈനിക ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഡ്രോൺ ആക്രമണങ്ങൾ മുതൽ വൻ സൈനിക ശേഷി ഉപയോഗിച്ച് നടത്തിയ അധിനിവേശം വരെയുണ്ട്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനമനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധങ്ങളിൽ നേരിട്ടുള്ള ആക്രമണങ്ങളിലൂടെ 9,40,000 പേർ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങൾക്ക് ശേഷമുണ്ടായ കൊടും പട്ടിണിയും ചികിത്സ ലഭിക്കാതെയും ഗുരുതര രോഗം ബാധിച്ചുമുള്ള മരണങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ ആകെ മരണസംഖ്യ 45 ലക്ഷത്തിലും 47 ലക്ഷത്തിലും ഇടയിലാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൽ യുദ്ധങ്ങൾക്കായി അമേരിക്ക ഏകദേശം $5.8 ട്രില്യൺ ചിലവാക്കിയിട്ടുണ്ട്. ഈ യുദ്ധങ്ങളിൽ പങ്കെടുത്ത സൈനികരുടെ ചികിത്സയ്ക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി $2.2 ട്രില്യൺ കൂടി ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇതോടെ ആക്രമണങ്ങളുടെ പേരിൽ അമേരിക്കയുടെ ആകെ ചെലവ് $8 ലക്ഷം കോടി ആണ്. 2026 തുടക്കത്തിൽ ഇറാനു നേരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ യുദ്ധഭീതി ഉയർത്തിയിരിക്കുന്നതിനിടെയാണ് ഈ കണക്കുകൾ അൽ ജസീറ പുറത്തുവിടുന്നത്. ഇതിനിടയിൽ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന യുദ്ധമായിട്ടുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലവേറിയ യുദ്ധങ്ങളിലൊന്നാണ്. B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ, F-35 യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളുടെ ഉപയോഗം മൂലം പ്രതിദിനം ഏകദേശം $850 ദശലക്ഷം, അതായത് ഏകദേശം 7,000 കോടിയിലധികം രൂപ അമേരിക്ക ചിലവാക്കുന്നുണ്ട്. സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതവും നേരിടുകയാണ്. ഏകദേശം 1 മാസമെങ്കിലും യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൈനിക വിന്യാസത്തിനും മറ്റ് സന്നാഹങ്ങൾക്കുമായിട്ട് ഭീമമായിട്ടുള്ള തുകയാണ് അമേരിക്ക ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള US ജെറാൾഡ് ഫോർഡ് ഉൾപ്പെടുന്ന സംവിധാനങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കായിട്ട് ഏകദേശം $6.5 മില്യൺ ആവശ്യമാണ്. ആക്രമണത്തിന് മുന്നോടിയായുള്ള സൈനിക വിന്യാസത്തിനും കപ്പലുകളുടെയും വിമാനങ്ങളുടെയും പുനർവിന്യാസത്തിനുമായിട്ട് മാത്രം ഏകദേശം $630 മില്യൺ ഇപ്പോൾ തന്നെ ചെലവായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന് മാത്രം $21.7 ബില്യൺ സൈനിക സഹായമാണ് അമേരിക്ക നൽകിയത്. യമൻ, ഇറാൻ എന്നിവിടങ്ങളിലെ മറ്റ് സൈനിക നീക്കങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ ചെലവ് $31.35 ബില്യൺ $33.77 ബില്യൺ ഇടയിലാണെന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഏകദേശം 3 ലക്ഷം കോടി രൂപയോളം വരും. യുദ്ധം നീണ്ടുപോയാൽ മൊത്തം $18.87 ലക്ഷം കോടി വരെ എത്തിയേക്കാമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്.
ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാനുമായിട്ട് ഇനി ചർച്ചയ്ക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിലും അത് വളരെ വൈകിപ്പോയി എന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ തങ്ങളുടെ മേൽ അടിച്ചേൽക്കപ്പെട്ട യുദ്ധമാണ് ഇത് എന്നും ആക്രമണം അവസാനിക്കുന്നതുവരെ രാജ്യം ശക്തമായിട്ടുള്ള പ്രതിരോധം തുടരുമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധി അലി ബഹ്റൈനി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അമേരിക്ക ഇക്കാര്യത്തിൽ വലിയ തോതിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് സൂചന. തങ്ങളുടെ നികുതി പണമെടുത്ത് ഇത്രയും വലിയ തോതിൽ യുദ്ധം ചെയ്തിട്ട് എന്ത് നേടാൻ എന്നാണ് അവരുടെ ചോദ്യം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണം ഭൂരിഭാഗം അമേരിക്കൻ പൗരന്മാരും എതിർക്കുന്നുവെന്ന് അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. CNN, റോയിട്ടേഴ്സ് തുടങ്ങിയ പ്രമുഖ ഏജൻസികളാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത്. CNN പുറത്തുവിട്ട സർവേ റിപ്പോർട്ട് പ്രകാരം 51% അമേരിക്കക്കാരും ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ അംഗീകരിക്കുന്നില്ല. ഇതിൽ തന്നെ 31% പേർ തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ റോയിട്ടേഴ്സ് സർവേ പ്രകാരം യുദ്ധത്തിന് പിന്തുണ നൽകുന്നത് കേവലം 27% ആളുകൾ മാത്രമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള പദ്ധതി ഉണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നില്ല. 60% പേരും ട്രംപിന്റെ സൈനിക നീക്കങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി കൂടിയാണ് കേട്ടോ. ഈ 62% പേർ വിശ്വസിക്കുന്നത് ഈ തുടർ നടപടികൾക്ക് കോൺഗ്രസിന്റെ അനുമതി വേണമെന്നാണ്. അവിടെ ഭരണത്തിന് മേൽ വലിയൊരു ജനവിരുദ്ധ വികാരമുണ്ട്. ഇനി നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്ന് 39% പേർ വിശ്വസിക്കുന്നു. US-ഉം ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭൂരിഭാഗം പേരും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 56% പേർ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ദീർഘകാല സൈനിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നുണ്ട്. സൈനിക നടപടി ഇറാനെ കൂടുതൽ അപകടകരമാക്കുന്നത് അപകടകരമാക്കുമെന്നാണ് ഈ 54% പേർ വിശ്വസിക്കുന്നത്. ഇറാന്റെ ഭീഷണി കുറയുമെന്ന് കരുതുന്നത് 28% പേർ മാത്രമാണ്. കാരണം അത്രത്തോളം ആളുകൾക്ക് ഭയമുണ്ട്. ഈ അമേരിക്ക ഇത്തരം രീതിയിലുള്ള ആക്രമണം നടത്തുമ്പോൾ ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് തങ്ങൾക്കും എന്തെങ്കിലും ആക്രമണം അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടമൊക്കെ നടക്കുമോ എന്നുള്ളതില്ല. ഇറാനിലേക്ക് യുദ്ധത്തിനായിട്ട് കരസേനയെ അയക്കുന്നതിനെ 60% ആളുകൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അമേരിക്കയിലെ ആളുകൾ നഷ്ടപ്പെടുന്നതും വലിയൊരു രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിലും ഭയമുണ്ട്. കാരണം സൈനികർ കുറയുന്നൊരു സാഹചര്യം എന്തായാലും അമേരിക്കയിലുണ്ട്. അത് വലിയ രീതിയിൽ ട്രംപിന് തിരിച്ചടിയാകുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ അമേരിക്കൻ ജനത രാഷ്ട്രീയമായിട്ട് 2 തട്ടിലാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി അനുയായികളിൽ 77% പേർ ആക്രമണത്തെ പിന്തുണയ്ക്കുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരിലും ഈ സ്വതന്ത്രരിലും ഭൂരിഭാഗം പേരും, അതായത് 80%-ലധികം പേരും ഇതിനെ എതിർക്കുന്നു. നോക്കൂ, ഒരു രാജ്യത്തെ 80% പേരും ഇതിനെ എതിർക്കുന്ന രീതിയിലേക്കാണ് ഈ ആക്രമണം ട്രംപ് നടത്തുന്നത്. എന്തായാലും ട്രംപ് ഭരണകൂടത്തിന്റെ ഇറാൻ നയത്തിനെതിരെ അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിദേശ യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഭീകരവാദം തുടച്ചു നീക്കാനെന്ന പേരിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങൾ പല രാജ്യങ്ങളിലും കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും കാരണമായിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ മറ്റൊരു രീതിയിൽ തിരിച്ചടി നൽകാനും അല്ലെങ്കിൽ കിട്ടാനും സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും അമേരിക്കയിലെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇത് വലിയ രീതിയിൽ തന്നെ ട്രംപിനും തിരിച്ചടിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ യുദ്ധം നടക്കുമ്പോൾ എത്രത്തോളം ആണ് ഇനി അമേരിക്ക നിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാവി എന്ത് എന്നൊക്കെ നമുക്ക് ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷമേ നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് ഒന്നുമില്ലേലും വെല്ലുവിളിക്ക് ഒരു കുറവില്ലാത്ത ആളാണ് ട്രംപ്. അതുകൊണ്ട് വെല്ലുവിളികളും ആത്മാഭിമാനവും മുറുകെ പിടിച്ച് പല കാര്യങ്ങളും വിളിച്ചു പറയുകയും ഇത്തരം യുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു. അത് എന്തായാലും യുദ്ധം എപ്പോൾ അവസാനിക്കും എന്നതിൽ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ട്രംപിന് വലിയൊരു തിരിച്ചടി ഈ യുദ്ധത്തിലൂടെ വീണ്ടും നേരിടേണ്ടി വന്നിട്ടുണ്ട്.